അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് അമ്പലപ്പുഴയിലെയും ചേർത്തലയിലെയും കർഷകരും കർഷക തൊഴിലാളികളും വാരിക്കുന്തവുമായി പോരാട്ടത്തിന് തയ്യാറെടുത്തത്. കായിക പരിശീലനം നൽകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴയിലും ചേർത്തലയിലും പല ഭാഗങ്ങളിലായി ക്യാമ്പുകൾ തുറന്നു. CK കുമാരപ്പണിക്കർ, PK ചന്ദ്രാനന്ദൻ, VS അച്യുതാനന്ദൻ അടക്കമുള്ള നേതാക്കളായിരുന്നു പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയത്. 1946 ഒക്ടോബർ 24 പുന്നപ്രയിലും 27 വയലാറിലും വെടിവെപ്പുണ്ടായി. സർ സിപ്പിയുടെ പട്ടാളത്തെ വാരിക്കുന്തം കൊണ്ട് നേരിട്ട നൂറുകണക്കിന് സഖാക്കളാണ് വെടിയേറ്റ് പിടഞ്ഞു മരിച്ചത്. വെടിയേറ്റ് വീണ പ്രിയ സഖാക്കൾക്ക് ഓർമ്മപ്പൂക്കൾ അർപ്പിക്കാൻ VS എല്ലാ വർഷവും മുടങ്ങാതെ എത്തുമായിരുന്നു. തുലാമാസം 7 11 മണിയോടുകൂടി പുന്നപ്ര വയലാർ വാർഷികാചരണത്തിന്റെ പ്രകടനം തുടങ്ങും. എന്നാൽ അതിനു മുൻപ് തന്നെ പുന്നപ്രയുടെ പ്രിയ സഖാവായ VS സമരഭൂമിയിലെത്തും. മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് സമരഭൂമിയിലെത്തുന്ന VSനെ സമരസേനാനികളുടെ പിന്മുറക്കാർ ആവേശത്തോടെ സ്വീകരിക്കുക. ഏറ്റവും ഒടുവിലായി VS പുന്നപ്ര സമരഭൂമിയിലെത്തിയത് 2019 തുലാമാസം 7-നാണ്. എല്ലാ വർഷവും രാവിലെ പുന്നപ്ര സമരഭൂമിയിലും വൈകിട്ട് പറവൂർ രക്തസാക്ഷി മണ്ഡപത്തിന് സമീപമുള്ള പൊതുയോഗത്തിലും VS അച്യുതാനന്ദൻ പുന്നപ്ര സമരവുമായി ബന്ധപ്പെട്ട പഴയകാല ഓർമ്മകൾ പങ്കുവയ്ക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ 4 വർഷമായി പുന്നപ്ര സമരഭൂമിയിൽ VS എന്ന സമരനായകൻ എത്താറില്ല. പുന്നപ്രയിലെ സമരഭൂമിയിൽ സ്ഥിരമായി കാണുന്ന ഈ കാഴ്ച ഇനി ഓർമ്മകളിൽ മാത്രം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.